എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ആണ്. അതിലെ ടെൻസ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ PSC പഠിക്കുന്നവർക്കായാലും മറ്റു കുട്ടികൾക്കായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ടെൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊക്കെ പേടിയാണ്. പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ടെൻസ് എന്താണെന്ന് അറിയണം. ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന സമയത്തെ കുറിക്കുന്നതിനെയാണ് ടെൻസ് അഥവാ കാലം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയം അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടെൻസ് എന്ന് പറയുന്നത്. കാലം എന്നാണ് മലയാളത്തിൽ. അപ്പോൾ ഈ ടെൻസിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. എന്തൊക്കെയാണ്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ടെൻസിനെ തിരിക്കുന്നത്. കാലത്തെ മൂന്നായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വർത്തമാനകാലം, പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഭൂതകാലം, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ ഭാവി കാലം. വർത്തമാനകാലം അഥവാ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ പ്രസന്റിൽ നടക്കുന്ന കാര്യം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിക്കുന്നതാണ് പ്രസന്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് അല്ലെ, ഭൂതകാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാലത്തെ കുറിക്കുന്നതാണ് പാസ്റ്റ് ടെൻസ്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഭാവി അല്ലെ, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് കൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ഇനി ഇവയെ വീണ്ടും ഓരോന്നിനെയും നാലായിട്ട് തിരിക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? പ്രസന്റ് ടെൻസിന്റെ പറയാം. നമുക്ക് ആദ്യം നാലായിട്ട് തിരിക്കാം. ഒന്ന് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ്. രണ്ട് പ്രസന്റ് കണ്ടിന്യൂസ്. മൂന്ന് പ്രസന്റ് പെർഫെക്റ്റ്. നാല് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നാലായിട്ട് തിരിക്കാം. എന്താണ്? പ്രസന്റ് ടെൻസിനെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ നാലായിട്ട് തിരിക്കാം. അതേപോലെ തന്നെ പാസ്റ്റ് ടെൻസിനെയും തിരിക്കാം. എങ്ങനെ? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെയും തിരിക്കാം. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണത്തെയും നാലായിട്ട് തിരിക്കുമ്പോൾ 3 × 4 12 ടെൻസുകളാണ് നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, 12 ടെൻസുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ വീഡിയോയിലൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ ചെയ്താൽ. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അതിൽ നാലായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രസന്റ് ടെൻസിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, പ്രസന്റ് ടെൻസിനെ നാലായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അതിൽ ആദ്യത്തേത് സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നതിന് കുറച്ച് എക്സാമ്പിളുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ വി പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ്. എന്താണ്? വി പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ്. എന്താണ് അർത്ഥം? ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കും എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ശീലമായിട്ടാണ് അവിടെ പറയുന്നത് അല്ലെ. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ക്രിക്കറ്റ് കളിക്കും എന്ന് പറയുമ്പോൾ അതൊരു ശീലമാണ് അല്ലെ, ഒരു ഹാബിറ്റാണ് പറയുന്നത്. അടുത്തത് നോക്കുക. വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസാകുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സയന്റിഫിക് ട്രൂത്ത് ആണ് അല്ലെ. അപ്പോൾ ഒരു സയന്റിഫിക് ട്രൂത്ത് ആണ്. അടുത്തത് നോക്കാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. എന്താണ്? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ജനറൽ ട്രൂത്ത് ആണ്, പൊതു സത്യമാണ് അല്ലെ, ഒരു പൊതു സത്യമാണ്.
ദെൻ ഇവിടെ നോക്കുക, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പഴഞ്ചൊല്ലാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അപ്പോൾ അതൊരു പ്രൊവേർബാണ് അല്ലേ. അടുത്തത് നോക്കുക, ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock. ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock. മാച്ച് 9 മണിക്ക് നടക്കും. അതായത് നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. 9 മണിക്ക് മാച്ച് നടക്കും എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വീതം എടുത്തത്. ഓക്കെ, അപ്പോൾ എന്തിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുക? വി പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? അതൊരു ഹാബിറ്റ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൂട്ടീൻ, അതിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഹാബിറ്റ്, നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേൽക്കും, അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ എന്നും ചായ കുടിക്കും, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ശീലങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ ഡെയിലി നടക്കാൻ പോകുന്ന കാര്യം, അങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. നമ്മുടെ ഹാബിറ്റ് അല്ലെങ്കിൽ റുട്ടീനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ദെൻ വാട്ടർ ഫ്രീസസ് അറ്റ് 0 degree Celsius. എന്താണത്? ഒരു സയൻറ്റിഫിക് ട്രൂത്ത് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സയൻറ്റിഫിക് ട്രൂത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദ വാട്ടർ ബോയിൽസ് അറ്റ് 100 degree Celsius, അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ സയൻറ്റിഫിക് ട്രൂത്ത് ആണ്. അപ്പോൾ അതിനെ കാണിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യാം. ദെൻ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. എന്താണ്? സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയുന്നത് ഒരു പൊതു സത്യമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു ജനറൽ ട്രൂത്ത് ആണ്. ഓക്കെ, ഒരു പൊതു സത്യം അഥവാ ജനറൽ ട്രൂത്ത്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി മലയാളത്തിൽ എഴുതി വയ്ക്കുക. ഹാബിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ശീലം എന്ന് നമുക്ക് പറയാം. സയൻറ്റിഫിക് ട്രൂത്ത് അത് മനസ്സിലായല്ലോ അല്ലേ. പിന്നെ ജനറൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പൊതു സത്യമാണ്. ദെൻ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊവേർബാണ്. പ്രൊവേർബ് എന്ന് പറയുമ്പോൾ എന്താണ്? പഴഞ്ചൊല്ല് അല്ലേ. പഴഞ്ചൊല്ലിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യും. ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock. ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഭാവിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാൻഡ് ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് വന്നിട്ട് അത് സിമ്പിൾ പ്രസൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ അറിയണം അല്ലേ. സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ ടെൻസിൽ പ്രധാനമായും പഠിക്കേണ്ടത് എന്താണ്? ഓരോ കാലത്തിൻ്റെയും ഓരോ ടെൻസിൻ്റെയും സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് സ്ട്രക്ചർ വരുന്നത്? ഇപ്പോൾ വി പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ് എന്ന് പറയുമ്പോൾ ഇതിൽ വി എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുമ്പോൾ അത് സബ്ജക്റ്റ് ആണ് അല്ലേ. വി എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. പ്ലസ് പ്ലേ എന്ന് പറയുന്നത് എന്താണ്? പ്ലേ എന്ന് പറയുന്നത് വെർബാണ്. വെർബിൻ്റെ ഏത് ഫോമാണ്? ഫസ്റ്റ് ഫോമാണ് അല്ലേ. V1 ഫോമാണ്. ഏതൊരു വെർബ് എടുത്താലും അതിന് 3 ഫോം ഉണ്ട്. ഏതൊക്കെയാണ്? V1, V2, V3. അതായത് V1 ഇപ്പോൾ നമ്മൾ ഗോ എന്ന് പറയുന്ന ഒരു വെർബ് എടുക്കുവാണ്. ഗോ പോവുക എന്നെടുത്താൽ ഗോ പോവുക. ദെൻ V2 എന്താണ്? വെൻറ്റ് പോയി, ദെൻ പോവും, ഗോൺ അല്ലേ. ഗോ, വെൻറ്റ്, ഗോൺ. ഇതാണ് ഗോയുടെ 3 ഫോമുകൾ അല്ലേ. V1 ആണ് ഗോ, V2 ആണ് വെൻറ്റ്, V3 ആണ് ഗോൺ. അപ്പോൾ ഇതുപോലെ ഓരോ വെർബിനും എന്തുണ്ട്? 3 ഫോം ഉണ്ട്. V1, V2, V3 എന്ന് പറഞ്ഞിട്ട് 3 ഫോം ഉണ്ട്. അതിലെ ഫസ്റ്റ് ഫോമില്ലേ V1, അതായത് ബേസ് ഫോം, അതാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പ്ലേ ആണ് അല്ലേ. പ്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ
പ്ലേ അല്ല, ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബാണ്. അതായത് V1 എന്നിങ്ങനെ എഴുതുന്നുണ്ട്. ഓക്കെ, വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഒബ്ജക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ തൽക്കാലം ഒബ്ജക്റ്റ് എന്ന് എഴുതാം. ഒബ്ജക്റ്റ് ഉണ്ടാവും ചിലതിൽ, ഇല്ലെങ്കിൽ എന്താണ് റിമൈനിങ് പാർട്ടായിരിക്കും. ഓക്കെ, ആ സെൻറ്റൻസിൻ്റെ റിമൈനിങ് പാർട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V1 ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സബ്ജക്റ്റ് പ്ലസ് V1 എന്ന് പറയുന്ന ഫോമിലായിരിക്കും എന്ത് കിടക്കുക, സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ V1 എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. ഏതൊരു വെർബ് എടുത്താലും അതിന് 3 ഫോം ഉണ്ടാവും. ഗോ, വെൻറ്റ്, ഗോൺ എന്ന് പറയുമ്പോൾ അതിൽ ഗോയാണ് V1 ഫസ്റ്റ് ഫോം, വെൻറ്റ് എന്ന് പറയുമ്പോൾ V2, ദെൻ ഗോൺ എന്ന് പറയുന്നത് V3. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V1 എന്ന് പറയുന്നതാണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യാമെന്നും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കൊരു സെൻറ്റൻസ് കണ്ടാൽ നമുക്കത് സിമ്പിൾ പ്രസൻ്റ് ആണ് എന്നറിയാനുള്ള കുറച്ച് വേർഡ്സ് പഠിച്ചേക്കാനുണ്ട്. അത് നമുക്ക് പറയാം. അതിനു മുന്നേ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇവിടെ വി കഴിഞ്ഞിട്ട് പ്ലേ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? പക്ഷെ ഇവിടെ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഫ്രീസസ് എസ് ഉണ്ട് അല്ലേ? ഇവിടെ നോക്കുക, ദ സൺ റൈസസ്. അപ്പോൾ ഇവിടെ എസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്ലേയുടെ കൂടെ എസ് ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു കാര്യം പഠിച്ചു വയ്ക്കുക. ഐ, യു, ദേ, വി. ഓക്കെ, ഐ, യു, ദേ, വി ഇവയുടെ കൂടെ എല്ലാം നമ്മൾ പ്ലൂറലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ, യു, ദേ, വി ഇവയുടെ കൂടെ നമ്മൾ എസ് ചേർക്കാത്ത വെർബുകളാണ് യൂസ് ചെയ്യുക. അതായത് പ്ലേ, ഡ്രിങ്ക്, ഈറ്റ്, അങ്ങനെ. ഓക്കെ, എസ് ചേർക്കാത്ത വെർബുകളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നത് കേട്ടോ. ഐ, യു, ദേ, വി ഇവയുടെ കൂടെ എന്ത് യൂസ് ചെയ്യില്ല? എസ് യൂസ് ചെയ്യില്ല. അങ്ങനെ പഠിച്ചു വയ്ക്കുക. എവിടെയാണ് എസ് യൂസ് ചെയ്യുക? ഹീ, ഷീ, ഇറ്റ് ഇങ്ങനെയുള്ള സിംഗുലറിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? എസ് യൂസ് ചെയ്യുക. അതായത് പ്ലേ, ഹീ പ്ലേസ്, അല്ലെങ്കിൽ ഷീ ഡ്രിങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെയാണ് എന്ത്? എസ് യൂസ് ചെയ്യുക. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഐ, യു, ദേ, വി ഇവയെല്ലാം വന്നു പറഞ്ഞാൽ എസ് യൂസ് ചെയ്യില്ല. വെർബിൻ്റെ കൂടെ എസ് ഉണ്ടാവില്ല. അതായത് അതിൻ്റെ പ്ലൂറൽ ഫോമിലായിരിക്കും. ഒരു വെർബിനെ എങ്ങനെയാണ് സിംഗുലർ ആക്കുക? ഇപ്പോൾ പ്ലേ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്. അതിനെ സിംഗുലർ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് അതിൻ്റെ കൂടെ ചേർക്കുക എന്നുള്ളതാണ്. പ്ലൂറൽ ഫോം എന്ന് പറയുമ്പോൾ ഡു ചേർക്കും. സിംഗുലർ ഫോം ആകുമ്പോൾ ഡസ് ചേർക്കും. ഡസ് പ്ലസ് പ്ലേ ആണ് എന്ത്? പ്ലേസ് എന്ന് പറയുന്നത്. ഡസ് പ്ലസ് ഡ്രിങ്ക് ആണ് എന്ത്? ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഡസ് പ്ലസ് ഈറ്റ് ആണ് എന്ത്? ഈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെർബിനെ സിംഗുലർ ആക്കാനായിട്ട് നമ്മൾ ഡസ് ആണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് അത് എസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? ഐ, യു, ദേവി, അയ്യോ ദേവി എന്ന് ഓർത്തിരിക്കുക. അവയുടെ കൂടെ ഒരിക്കലും നമ്മൾ എസ് ചേർക്കില്ല. വെർബിൻ്റെ കൂടെ എവിടെയാണ് എസ് ചേർക്കുക? ഹീ, ഷീ, ഇറ്റ് ഇവയുടെ കൂടെയൊക്കെയാണ് എസ് ചേർക്കുക വെർബിൻ്റെ കൂടെ. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, വി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പ്ലൂറലാണ് അല്ലെ? വി, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ എന്താണ്? പ്ലൂറൽ ഫോമാണ് പറ്റുള്ളൂ. എസ് ചേർത്താലാണ് അത് സിംഗുലർ ആവുന്നത്. അപ്പോൾ പ്ലേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ വി പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ് എന്ന് പറഞ്ഞു. ദെൻ വാട്ടർ ഫ്രീസസ്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ജലം എന്ന് പറയുമ്പോൾ അവിടെ സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് ഫ്രീസസ് എസ് ചേർത്തു അല്ലേ? അതിനെ സിംഗുലർ ആക്കാൻ വേണ്ടി ഡസ് അവിടെ ചേർത്തു. അതുകൊണ്ടാണ് ഫ്രീസസ് എന്ന് വന്നത്. ദ സൺ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്, ഒരെണ്ണേ ഉള്ളൂ അല്ലേ? അപ്പോൾ ദ സൺ റൈസസ് അവിടെ എസ് ചേർത്തു. എന്തിനാണ്? സിംഗുലർ ആയതുകൊണ്ടാണ്. നമ്മൾ വെർബ് സിംഗുലർ ആയിരിക്കണം. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സിംഗുലർ ആവുക എന്ന് പറയുമ്പോൾ എസ് ചേർക്കണം. എസ് എന്തുകൊണ്ടാണ് ചേർക്കുന്നത്? ഡസ് കൂടെ ചേരുന്നത് കൊണ്ടാണ്. ഓക്കെ, പ്ലൂറൽ ഫോം എന്ന് പറയുമ്പോൾ ഡു പ്ലസ് വെർബാണ് പ്ലൂറൽ ഫോം. ഡസ് പ്ലസ് വെർബാണ് എന്ത്? സിംഗുലർ ഫോം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ, അതായത് ഒരെണ്ണമാണെങ്കിൽ എന്താണ് നമ്മുടെ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് സിംഗുലർ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇപ്പം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് കണ്ടോ? എസ് ചേർത്തിരിക്കുന്നത് കണ്ടോ? അപ്പോൾ അത് സിംഗുലർ ആണ്. ദ മാച്ച് സ്റ്റാർട്ട്സ്
ദ മാച്ച് സ്റ്റാർട്ട്സ്. സ്റ്റാർട്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ എസ് ചേർത്തിട്ടുണ്ട്. അതായത് ഡസ് പ്ലസ് സ്റ്റാർട്ട് ആണ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. അപ്പം സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ കാര്യം മാത്രം ഓർത്തിരിക്കുക. എസ് ചേർക്കുന്നത് എവിടെ മാത്രമാണ്? ഹി, ഷീ, ഇറ്റ്. ഇതൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് ചേർക്കും. ഐ, യു, ദേ, വി ഇവ വരുമ്പോൾ, ഈ സബ്ജക്റ്റുകൾ വരുമ്പോൾ വെർബിൻ്റെ കൂടെ എന്ത് ചേർക്കില്ല? എസ് ചേർക്കില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴികൾ, അതായത് കുറച്ച് വേർഡ്സ് കണ്ടാൽ നമുക്ക് അത് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ചില വേർഡ്സ് നോക്കാം. ഇവിടെ നോക്കുക, ഒരു സെന്റൻസ് കണ്ടാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള ചില കീ വേർഡ്സ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഈ വേർഡ്സ് ഉള്ള സെന്റൻസ് എന്തായിരിക്കും? അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ്? സംടൈംസ്, സംടൈംസ്, സെവറൽ ടൈംസ്, സെൽഡം. Sometimes, several times, seldom, then every day, every week, every month, every year. എന്തൊക്കെയാണ്? Every day, every week, every month, every year, always, annually, hardly, habitually, daily, rarely, occasionally, generally, regularly, ever, never, often, in case. ഇത്രയും വേർഡ്സ് വന്നാൽ ആ സെൻറ്റൻസുകൾ എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വേർഡ്സ് നോട്ട് ചെയ്ത് വെക്കുക. സംടൈംസ്, സെൽഡം, സെവറൽ ടൈംസ്, എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത്, എവറി ഇയർ. ദെൻ എന്താണ് പറഞ്ഞത്? ഓൾവേസ്, ആനുവലി, ഹാർഡലി, ഹാബിച്വലി, ഡെയിലി, റയർലി, ഒക്കേഷണലി, റയർലി, ജനറലി, റെഗുലർലി, എവർ, നെവർ, ഓഫൺ, ഇൻ കേസ്. ഇത്രയും വേർഡ്സ് വരുന്നത് എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് സിമ്പിൾ പ്രസന്റിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഹാബിറ്റ്സ് അല്ലെ, ഹാബിറ്റ്സ് അല്ലെങ്കിൽ റുട്ടീൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യും. അതുപോലെ ഭാവിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് സയൻറ്റിഫിക് ട്രൂത്ത്, ജനറൽ ട്രൂത്ത് അതൊക്കെ കാണിക്കാൻ വേണ്ടി. ദെൻ പ്രൊവേർബ്സ്, പഴഞ്ചൊല്ലുകൾ കാണിക്കുന്നതെല്ലാം എന്തിലാണ്? സിമ്പിൾ പ്രസന്റിലൂടെയാണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റിന്റെ ഫോർമാറ്റ് എന്താണ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഓക്കെ, V1 ഫോം ആണ് ഫസ്റ്റ് ഫോം, ബേസ് ഫോം ആയിരിക്കും. സബ്ജക്റ്റ് പ്ലസ് V1 ആണ് എന്തിൻ്റെ സ്ട്രക്ചർ? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു വെർബ് എന്ന് പറയുന്നതിൻ്റെ കൂടെ എസ് ചേർക്കേണ്ടത് എവിടേക്കാണ്? ഷീ, ഹി, ഇറ്റ്. ഇത് മൂന്നും വരുമ്പോഴാണ്, ഈ സബ്ജക്റ്റുകൾ വരുമ്പോഴാണ് വെർബിൻ്റെ കൂടെ എസ് ചേർക്കുക. ഐ, യു, ദേ, വി ഇത് വരുമ്പോൾ എന്ത് നമ്മൾ ചേർക്കേണ്ട? എസ് വെർബിൻ്റെ കൂടെ ചേർക്കണ്ട, പ്ലൂറൽ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പ്ലൂറലും സിംഗുലറും ഞാൻ പറഞ്ഞു. ഡു, ഡു പ്ലസ് വെർബാണ് എന്തെന്ന് പറയുന്നത്? പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്. ഡസ് പ്ലസ് വെർബാണ് എന്തെന്ന് പറയുന്നത്? സിംഗുലർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ സിംഗുലർ ഫോം ആക്കാൻ ഒരു വെർബിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? എസ് ചേർത്താൽ മതി. ഓക്കെ, അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ, സബ്ജക്റ്റ് ഒരാളാണ് ഉള്ളതെങ്കിൽ നമ്മുടെ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വെർബിൻ്റെ കൂടെ എസ് ചേർക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണോ? വെർബിൻ്റെ കൂടെ എസ് ചേർക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഷീ, ഹി, ഇറ്റ് ഇതിൻ്റെ കൂടെയൊക്കെ എസ് ചേർക്കണം. ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ. പക്ഷെ ഐ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്ലൂറൽ ഫോമിലാണ് എഴുതുക. വെർബ് ഐയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ ഫോമാണ് വെർബ് വരിക. അപ്പോൾ ഐ, യു, ദേ, വി എന്നിവയുടെ കൂടെ എന്ത് വരില്ല? വെർബിൻ്റെ കൂടെ എസ് വരില്ല. ഓക്കെ, ദെൻ ഈ വേർഡ്സും കൂടെ പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് റെയിനിങ് നൗ. ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്താണ്? ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് റൈറ്റിംഗ് ആൻ എക്സാം നൗ. അവൻ ഇപ്പോൾ ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഐ ആം റീഡിംഗ് എ നോവൽ. ഐ ആം റീഡിംഗ് എ നോവൽ. ഞാൻ ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. കുട്ടികൾ എന്താണ്? കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എല്ലാ സെൻറ്റൻസിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ് പ്രസന്റ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ കാണിക്കുന്നതാണ് എന്ത്? പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് നടക്കുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് പറയുന്നത്?
പ്രസന്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടിന്യൂസ് ആണ്, അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് നടക്കുന്നു. ഓക്കെ, അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, അത് സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ പഠിക്കണം അല്ലേ? സ്ട്രക്ചർ പഠിക്കാൻ ആദ്യം എന്താണ്? ഇറ്റ്, ഹി, ഐ എന്നൊക്കെ പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ദ ചിൽഡ്രൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ട്. ദെൻ സബ്ജക്റ്റ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ് വരുന്നത്? ഇവിടെ ഈസ് ഉണ്ട്, ഇവിടെ ആം ഉണ്ട്, ഇവിടെ ആർ ഉണ്ട് അല്ലേ? ഈസ്, ആം, ആർ ഒക്കെയാണ് എന്ത്? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ, ഈസോ ആമോ ആറോ വരാം. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉണ്ട്. ദെൻ എന്തുണ്ട്? വെർബ് ഉണ്ട് അല്ലെ? റെയിനിങ്, റൈറ്റിംഗ്. വെർബ് ഉണ്ട്, വെർബിന്റെ കൂടെ എന്താണുള്ളത്? ING ചേർത്തിട്ടുണ്ട് അല്ലെ? റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ING ചേർത്ത് റൈറ്റിംഗ്. റീഡ് എന്ന് പറയുന്നതിനൂടെ ING ചേർത്ത് റീഡിങ്. പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ING ചേർത്ത് പ്ലേ. ഇനി വെർബ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടോ? വെർബ് എന്ന് വെച്ചാൽ ആക്ഷൻ ആണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. പ്ലേ കളിക്കുക, റീഡ് എഴുതുക, റൈറ്റ് എന്താണ്? റീഡ് വായിക്കുക, റൈറ്റ് എഴുതുക. അതൊക്കെ എന്താണ്? നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ആണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്തെന്ന് പറയാ? വെർബ് എന്ന് പറയാം. അപ്പൊ വെർബിന്റെ കൂടെ ING കൂടെ ചേർത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് തന്നെയാണ് നമ്മുടെ വെർബ്. V1ന്റെ കൂടെ ING, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് അല്ലെ? ഫസ്റ്റ് ഫോമിന്റെ കൂടെ ING കൂടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 പ്ലസ് ING. ദെൻ ബാക്കി എന്താണ്? റിമൈനിങ് പാർട്ടാണ് അല്ലേ? ആ ബാക്കി സെന്റൻസിന്റെ റിമൈനിങ് പാർട്ടാണ്. അപ്പോൾ റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് എന്ന് എഴുതാം. ഓക്കെ, റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് എഴുതാം. ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസ് ഉണ്ടാവും, ഇല്ലാത്ത സെന്റൻസ് ഉണ്ടാവും. അപ്പോൾ എന്താണോ? അപ്പോൾ ഇത് കാര്യമല്ല, ബാക്കിയുള്ളത് ആ സെന്റൻസിലുള്ളത് തന്നെ. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 പ്ലസ് ING. ഓക്കെ, അപ്പോൾ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ സെന്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഇറ്റ് ഈസ് റെയിനിങ് നൗ. ഇറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈസ് ഉണ്ട്. റെയിനിങ് എന്ന് പറയുമ്പോൾ റെയിൻ പ്ലസ് ING ആണ്. ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഈസ് ഉണ്ട്. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ വെർബ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ING കൂടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് ഉണ്ട്, ഈസ് ഓർ ആം ഓർ ആർ വരുന്നുണ്ട്, V1 പ്ലസ് ING ഉണ്ട്, ബാക്കി റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നതിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കാണിക്കുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അതിൻ്റെ സ്ട്രക്ചറാണ് ഇത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈസ്, ആം, ആർ ഇതെല്ലാം എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണം അല്ലേ? ആം നമുക്കറിയാം, ഇവിടെ എഴുതുന്നുണ്ട്. ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ മാത്രമേ വരുള്ളൂ അല്ലേ? ഐ ആം ആണ് പറയുക, വേറെ ഇതിൻ്റെ കൂടെയും വരില്ല. അപ്പം ഐയുടെ കൂടെയാണ് ആം വരുന്നത് എന്ന് നമുക്കറിയാം. ദെൻ യു, ദേ, വി ഇതിൻ്റെ കൂടെ എന്താണ് വരുന്നത്? യു, ദേ, വി ഇതിൻ്റെ കൂടെ വരുന്നത് ആറാണ്. ഓക്കെ, യു ആർ, ദേ ആർ, വി ആർ എന്നാണ് വരുന്നത്. ഓക്കെ, ആറാണ് വരുന്നത്. ദെൻ അടുത്തത് എന്താണ്? ഷീ ഈസ്, ഹി ഈസ്, ഇറ്റ് ഈസ് എന്നൊക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഹി, ഷീ, ഇറ്റ് അതിൻ്റെ കൂടെയൊക്കെ വരുന്നത് ഈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈസും ആമും ആറും എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അപ്പോൾ ഐയുടെ കൂടെ ആം വരും, യു, ദേ, വി ആണെങ്കിൽ ആറ് വരും, ഷീ, ഹി, ഇറ്റൊക്കെ ആണെങ്കിൽ എന്ത് വരും? ഈസ് വരും. അത് മനസ്സിലാക്കി വെക്കുക. സ്ട്രക്ചർ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള വേർഡ്സ് നോക്കാം. നൗ, റൈറ്റ് നൗ, അറ്റ്, പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ടുഡേ. ഓക്കെ, ഈ വേർഡ്സ് ഒക്കെ വന്നാൽ ആ സെന്റൻസ് എന്താണ്? അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തിരിച്ചറിയാനുള്ള കീവേഡ്സ് ആണ് നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ടുഡേ.
അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അറ്റ് ദിസ് മൊമെന്റ്, അറ്റ് പ്രസന്റ്, റൈറ്റ് നൗ, നൗ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഇപ്പോൾ നടക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ആണ് അല്ലെ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി തീരെ ഒട്ടും അറിയാത്തവർക്ക് ഈ സ്ട്രക്ചറും ഒന്നും പഠിച്ചു വെക്കാൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നൗ, റൈറ്റ് നൗ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്ന് എഴുതിയിട്ടുണ്ട്. ഹി ഈസ് റൈറ്റിംഗ് ആൻ എക്സാം നൗ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണ്, ആ ഫോം നോക്കാതെ തന്നെ നൗ എന്ന് കാണുമ്പോഴത്തേനും നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ, ടുഡേ ഇങ്ങനെയെല്ലാം വന്നു പറഞ്ഞാൽ എന്താണ്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, സിമ്പിൾ പ്രസന്റ് പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ രണ്ട് ടെൻസുകളും നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിളുകൾ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് എഴുതിയിടാം. നിങ്ങൾക്കത് ഏത് ടെൻസാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ നോക്കുക, I get up every day at 5 o'clock. I get up every day at 5 o'clock എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ഹാബിറ്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഗെറ്റ് അപ്പ് എന്നുള്ളത് എന്താണ്, നമ്മുടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഗെറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V1 വന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അതൊരു ഹാബിറ്റ് ആണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇത് എന്ത് ടെൻസ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും, സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ സെന്റൻസ് കാണുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഒന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ. ഷീ ഈസ് ഡാൻസിങ്, ഷീ ഈസ് ഡാൻസിങ്. ഷീ എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റ് ആണ്, പ്ലസ് ഇവിടെ എന്താണ് ഈസ് വന്നു, ദെൻ ഡാൻസിങ്. ഡാൻസിങ് എന്ന് പറയുമ്പോൾ ഡാൻസ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ING ഫോമും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം ഓർ അല്ലെങ്കിൽ ആർ അല്ലെ. ഇതിൽ ഈസ് വന്നിട്ടുണ്ട്, V1 + ING എന്ന് പറയുന്നത് എന്താണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അല്ലെങ്കിൽ ഷീ ഈസ് ഡാൻസിങ്, അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇപ്പം നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് കണ്ടാൽ അത് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് ഉണ്ടോ നോക്കുക, അടുത്തത് വെർബ് എങ്ങനെയുള്ളതിലാണ് കിടക്കുന്നതെന്ന് നോക്കുക, V1 ആണോ V2 ആണോ V3 ആണോ എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വരണം, ദെൻ V1ൻ്റെ കൂടെ ING ഫോമും കൂടെ വരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് എന്താണെന്ന് മനസ്സിലായി, പ്രസന്റ് കണ്ടിന്യൂസ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി സിംഗുലറും പ്ലൂരലും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക, അതുകൂടെ മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ പ്ലേ എന്ന് പറയുന്നത്, പ്ലേ എന്ന് പറയുന്നത് എന്താണ്, അത് പ്ലൂരലാണ്. ഓക്കെ, പ്ലൂരലാണ്. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. പക്ഷേ ഐ നമ്മളെപ്പോഴും ഐയുടെ കൂടെ പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഐ, യു, ദെൻ ദേ, വി ഇവയുടെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, പ്ലൂരലാണ് യൂസ് ചെയ്യുന്നത്. പ്ലൂരൽ എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലേ, ഡ്രിങ്ക്, ഈറ്റ് ഇങ്ങനെയുള്ളതൊക്കെയാണ് എന്ത്, പ്ലൂരൽ എന്ന് പറയുന്നത്, പ്ലൂരൽ വെർബ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ സിംഗുലർ ആക്കാൻ, അതായത് സിംഗുലർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹി അവൻ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, ഷീ അവൾ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, ഇറ്റ് ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, സിംഗുലർ യൂസ് ചെയ്യണം. സിംഗുലർ എന്ന് പറയുമ്പോൾ ഈ പ്ലേ എന്ന് പറയുന്നതിനെ സിംഗുലർ ആക്കാൻ നമ്മൾ അവിടെ കൂട്ടുന്നത് എന്താണ്, ഡസ് ആണ്. ഡസ് പ്ലേയുടെ കൂടെ ചേരുമ്പോഴാണ് അത് എന്താവുന്നത്, പ്ലേസ് എന്നാവുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ സിംഗുലർ ഫോം എന്താണ്, പ്ലേസ് ആണ്. ഓക്കെ, പ്ലേസ്. ഡ്രിങ്ക് എന്ന് പറയുന്നതിന്റെ സിംഗുലർ എന്താണ്, ഡ്രിങ്കിന്റെ കൂടെ ഡസ് ചേരുമ്പോൾ ഡ്രിങ്ക്സ് ആയിട്ട് മാറും. ഈറ്റിന്റെ കൂടെ ഡസ് ചേരുമ്പോൾ ഈറ്റ്സ് ആയിട്ട് മാറും. പ്ലൂറൽ ആവാൻ ഡു ആണ് ചേരുന്നത്, അതുകൊണ്ടാണ് ഡു പ്ലസ് പ്ലേ തന്നെ, ഡു പ്ലസ് ഡ്രിങ്ക് തന്നെ വരുന്നത്. ദെൻ ഡസ് ചേരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, അത് സിംഗുലർ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹീയുടെയും ഷീയുടെയും ഇറ്റിൻ്റെയും ഒക്കെ കൂടെ എസ് ചേർക്കണം. വെർബിൻ്റെ കൂടെ എന്ത് ചേർക്കണം, എസ് ചേർക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അത് സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് ചേർക്കുന്നത്. ഡസ് ആണ് അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചേരുന്നത്. ഓക്കെ, അപ്പോൾ എസ് ചേർക്കുന്നത് ഹീയുടെ കൂടെയും ഷീയുടെ കൂടെയും ഇറ്റിൻ്റെ കൂടെയുമാണ്, അത് സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഐ, യു, ദേവിയുടെ കൂടെ എന്ത് നമ്മൾ യൂസ് ചെയ്യണം, പ്ലൂറൽ ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ്
കണ്ടിന്യൂസും നിങ്ങൾക്ക് തറോ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ടെൻസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.